കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായ ശേഷം രോഗികൾ മരിച്ചതിൽ അവ്യക്തത തുടരുകയാണ്. പുക ശ്വസിച്ചാണ് മരണമെന്ന് ബന്ധുക്കൾ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കും. 3 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന ടി സിദ്ദിഖ് MLA ആരോപണം ശരിവെക്കുന്നതായിരുന്നു മരിച്ചവരുടെ ബന്ധുക്കളുടെയും പ്രതികരണം. എൻ്റെ സിസ്റ്റർ ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് ഒരു പൊട്ടലും ഇതൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അപ്പോൾ എല്ലാവരെയും അവിടുന്ന് വേഗം മാറ്റാൻ ആദ്യം കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ വേഗം ഒരു സൈഡിൽ കൂടെ പുറത്തിറക്കി. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടെ ആൾക്കാരെ ഇതാക്കി. പിന്നെ ICUലുള്ള പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ ഡോറിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഒരു ഡോറ് ചവിട്ടി എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്ററൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് നേരെ എടുത്തിട്ട് മുറ്റത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നിട്ട് ഇങ്ങോട്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ വെന്റിലേറ്റർ സഹായം ഇല്ലാതായിരുന്നു നിന്നത്. ഒരു അനാസ്ഥ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ നഴ്സുമാർ. ആ ഒരു 15 മിനിറ്റ് ടൈം, ആ ഒരു സമയം ആണ് ഇവരെ ഈ ശരിക്കും അവരെ ജീവൻ എടുക്കാനുള്ള ഒരു കാരണം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ICUയിൽ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാൽ സംഭവിക്കുന്നത് അത് ഇവിടെ ICUയിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ മറ്റൊരു ഇതിലേക്ക് ICUയിലേക്കാണ് മാറ്റുന്നത്. ICUയിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊരു കാരണമാണ്. സംഭവം വെച്ചാൽ ഞങ്ങള് ഓക്സിജൻ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് ഒരു പൊട്ടലും ഒരു പുകയും കൂടി വരുന്നത്. അന്നേരം ഇത് ആകെ പ്രശ്നമായി. ഞങ്ങളിത് മാറ്റാനായില്ല. ഓക്സിജൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ. അങ്ങനെ പുക ജാസ്തിയായത് കൊണ്ട് ഞങ്ങൾ സ്കച്ചറോടെ പുറത്തേക്ക് ചാടുകയാണുണ്ടായി. ഓക്സിജന്റെ ചുമരുമ്പോൾ ലിഫ്റ്റിംഗ് അല്ലേ, അത് എന്റെ വയറെല്ലാം കൂടി പുറത്ത് പിടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത്. ഇല്ല മരിക്കുന്നതിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മതി. വർത്താനം പറയാനും ഓക്സിജനത്തെ ഇങ്ങനെ ഓരോന്ന് പറയാനും. പിന്നെ എനിക്ക് വെള്ളം വേണോ, മറ്റേത് വേണോ, എനിക്ക് ഇതെന്താ മാസ്ക് എടുത്താൽ എന്താ ഇങ്ങനെ പോകാന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളായിരുന്നു പേടിക്കാനൊന്നുമില്ല, ഒരു പേടിപ്പിക്കാറാലോ. ഞങ്ങളത് പേടിപ്പിക്കാനൊന്നുമില്ല. നമ്മൾ സൽക്കാലത്തെ പുറത്തേക്ക് നിൽക്കുകയെന്ന് മാത്രം. അതാ പറയും. ഞങ്ങൾക്ക് ഗഷിയാട്ടിന്ന് പുറത്തേക്ക് ഞങ്ങൾ പുറത്തേക്ക് വലിച്ച് എല്ലാവരും പുകയായിട്ട് എല്ലാവരും രക്ഷപ്പെടാനല്ലേ. ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി നിന്ന് ബസ്സിന്റെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വെച്ച് കയറ്റിക്കില്ല. ഡോക്ടർമാര് 5 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ എത്തി. ഓരോ രോഗിനെ കയറ്റുന്നുണ്ടല്ലോ, ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ മരിച്ച് അതിന്റെ ഇതെല്ലാം ചെയ്തിരുന്നു. ഓക്സിജൻ കട്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നുകൊണ്ട് മരിച്ച മരണ കാരണം. അദ്ദേഹം 2 ദിവസത്തോളമായിട്ട് ഇവിടെ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പെട്ടെന്ന് പുകയും ഇതെല്ലാം വന്ന സാഹചര്യത്തിൽ പേഷ്യൻസിനെ കൂടെയുള്ള ആളുകളെല്ലാം പുറത്തേക്ക് പരക്കം പായുന്ന ഒരു അവസ്ഥയായിരുന്നു. ജീവൻ പേടിച്ചുകൊണ്ട് പലരും പുറത്തേക്ക് ഓടി വരായിരുന്നു ഉണ്ടായിരുന്നത്. പേഷ്യൻസിനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. വെന്റിലേറ്ററിലുള്ള ആളുകളും അതുപോലെ മറ്റു ഡ്രിപ്പ് കയറ്റിക്കൊണ്ടിരുന്നതും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ബെഡിലുണ്ടായിരുന്നു. ഈ വയറും ഈ ട്യൂബുകളും ഒന്നും വിച്ഛേദിക്കാതെ എങ്ങനെ കൊണ്ടുവരുന്നുള്ള ഒരു ആശങ്കയിൽ നമ്മൾ പുറത്തേക്ക് ഓടി വന്നു. പിന്നെ പുറത്തുനിന്ന് വീണ്ടും ഉള്ളിലേക്ക് പോയി ഇതെല്ലാം വിച്ഛേദിച്ചു വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അഥവാ ഈ തീ പടരുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ജീവൻ അപായം സംഭവിച്ചു പോകുമോ എന്നുള്ള ആശങ്കയിൽ എല്ലാവരും പേഷ്യൻസിനെ എല്ലാവരും തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിച്ഛേദിച്ചാണ് പുറത്തേക്ക്. അതെ. അപ്പം അതിനൊരു മറ്റൊരു പ്രതിവിധി കണ്ടുകൊണ്ട് എന്തെങ്കിലും മറ്റു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയാനെന്നുള്ളതായിരുന്നു നമുക്കൊക്കെ മനസ്സിലാവുന്നത്. സംഭവത്തിന് ശേഷം 5 മൃതദേഹമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ പുക ഉയർന്നതിനെ തുടർന്നുള്ള മരണമല്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. വിഷയം ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജും കോഴിക്കോടെത്തും. മാനുവൽ വെന്റിലേറ്റർ സൗകര്യം കൊടുത്താണ് രോഗികളെ മാറ്റിയതെന്നാണ് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർ പറഞ്ഞത്. UPS മുറിയിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി. എന്നാൽ വലിയ പൊട്ടിത്തെറിയാണ് പിന്നീടുണ്ടായത്. പൊട്ടിത്തെറിക്ക് മുൻപ് 3 തവണ വോൾട്ടേജ് വ്യതിയാനം അനുഭവപ്പെട്ടതായും നഴ്സുമാർ പ്രതികരിച്ചു.
അപ്പോൾ ഒരു 7:50 8 o'clock മുന്നേ തന്നെ ഒരു UPS റൂമിൽ നിന്ന് ഒരു മൈൽഡ് സ്മോക്കും പിന്നെ ഒരു സൗണ്ടും കേൾക്കുമെന്ന് പബ്ലിക് പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ PROസും ഷിഫ്റ്റ് ടീം നേഴ്സിംഗിൻ്റെ ടീം ലീഡേഴ്സും ബാക്കി സെക്യൂരിറ്റിനെ കൂടി ഞങ്ങളവിടെ പോയി നോക്കി. മൈൽഡ് സ്മോക്കും വരുന്നുണ്ട്, ഉള്ളിൽ നിന്ന് ഒരു നോക്ക് സൗണ്ടും കേൾക്കുന്നുണ്ട്. നമുക്കൊരു സംശയം ഉള്ളിൽ ആരെങ്കിലും ട്രാപ്പായി പോയിട്ടുണ്ടോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നോക്കിംഗ് സൗണ്ടും സ്മോക്കും കൂടി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ PRO ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എയ്ഡ് പോസ്റ്റിലെ പോലീസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറയുക വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്രേക്ക് ചെയ്തു, ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് UPS റൂമിലേക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ പുഷ് ചെയ്തു. കാരണം സ്മോക്ക് നന്നായി വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആളില്ല, ഈ ഫോഴ്സ് കൊണ്ടുള്ള ശബ്ദമാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലാക്ക് സ്മോക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് തൊട്ടടുത്ത് മെഡിസിൻ റെഡ് ഏരിയയിൽ ഏറ്റവും. പിന്നെ നമുക്ക് ആകെയുള്ള വഴിയാറ് പേഷ്യൻ്റ് ഇവാക്യുവേറ്റ് ചെയ്യാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇത് ഈ എന്ത് സ്മോക്കാണെന്ന് അറിയില്ല, ഒരു ബ്ലാക്ക് സ്മോക്ക് സ്പ്രെഡ് ആവാനും തുടങ്ങി. നമുക്ക് തന്നെ പെട്ടെന്ന് ചോക്കിങ് വരാൻ തുടങ്ങി. പിന്നെ പേഷ്യൻസിന് ഹൈലി ക്രിട്ടിക്കൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ വെന്റിലേറ്റർ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വെന്റിലേറ്റർ അല്ലതും അല്ലാത്ത ആംബുലേറ്ററി പേഷ്യൻസിനൊക്കെ 4 ഏരിയ, അതായത് നമുക്ക് ടോട്ടൽ 4 ഏരിയ ആണുള്ളത്. 2 റെഡ് ഏരിയ, ബാക്കി 2 യെല്ലോ ഏരിയ. അവിടുന്ന് പേഷ്യൻസിനെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഇരുന്ന് EDICU ഡോക്ടേഴ്സും ബാക്കി സെക്യൂരിറ്റി എല്ലാവരും കയറി ചെന്നിട്ട് ഇവാക്യുവേഷൻ തുടങ്ങി. അപകടത്തിന്റെ ഉത്തരവാദിത്തം നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങാം. ആ സമയത്ത് നമ്മൾ ഓവറൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് 7:50 ആയപ്പോൾ തന്നെ UPS റൂമിൽ നിന്ന് പുക വരുന്നുണ്ട് എന്ന് നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സും പിന്നെ സ്റ്റാഫൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ ബ്രദറും കൂടെ പോയി നോക്കി. അപ്പോൾ അതിനകത്തുനിന്ന് UPS റൂമിനകത്തുനിന്ന് ആരോ മുട്ടുന്ന പോലെയാണ് തോന്നിയത്. അതിൻ്റെ അടിയിലൂടെ പുകയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ആരോ മുട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ആരോ പെട്ടിട്ടുണ്ട് തോന്നുന്നു, അതിൻ്റെ അകത്ത് ആരോ ഉണ്ട് തോന്നുന്നു. എന്നാൽ പിന്നെ അത് തുറക്കാമെന്ന് പറഞ്ഞു. അത് ചവിട്ടി അങ്ങ് തുറക്കാൻ ലോക്കായിരുന്നു, ചവിട്ടി പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഫ്യൂംസ് മൊത്തം പുറത്തോട്ട് വരികയാണ്. അതിശക്തമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിങ്ഷർക്ക് വെച്ചിട്ട് നോക്കിയാൽ കഴിയില്ല. അപ്പം ശക്തമായി പുക അങ്ങോട്ട് പുറത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കാൻ ഒരാൾക്ക് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആൾക്കാരെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പിന്നെ പേഷ്യൻസിൻ്റെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും എല്ലാവരും സഹായത്തോടെ തന്നെ ആൾക്കാരെ പുറത്തോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. വെന്റിലേറ്റർ ബ്ലാസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പൊട്ടിത്തെറിയായ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ആദ്യം ചെറുങ്ങനെ മുട്ടുന്നത് പോലെയാണ് തോന്നിയത്. അങ്ങനെ അതായത് ഈ ഫ്യൂംസിന്റെ പ്രഷർ കാരണം ഈ ഡോറ് ഇളകിയതാണ്. പിന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അകത്തോട്ട് അങ്ങോട്ട് പോകാനുള്ളതില്ല, ഫുള്ളും ഫ്യൂംസ് ഇങ്ങനെ ശക്തിയിൽ ഇങ്ങോട്ട് വരികയാണ്. അപകടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിൽ നിന്നും ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് ടി സിദ്ദിഖ് MLAയുടെയും ആവശ്യം. ഇവിടെ ഈ അപകടത്തെ തുടർന്ന് ഈ പരിസരത്തുള്ളതായ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് വളരെ അക്യൂട്ടായിട്ടുള്ള പേഷ്യൻസ് വരെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിൽ ഇക്ര ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് 10 പേഷ്യൻസാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് 9 പേരാണ്. മിംസിൽ അറ്റ് പ്രസന്റ് 4 പേഷ്യൻസ് ഉണ്ട്. അതിൽ 2 പേഷ്യൻസും വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കുറെ പേഷ്യൻസ് പരിസരത്തുള്ളതായിരിക്കുന്ന പല ആശുപത്രികളിലുമായിട്ട് ഇവരുടെ ചികിത്സയ്ക്ക് ഉത്തരവാദിത്തം സർക്കാർ സാമ്പത്തികമായ സഹായം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. അത് ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും ഉടനെ ഇടപെട്ട് ജില്ലാ ഭരണകൂടത്തിന് അതിന്റെ നടപടിക്രമങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. അടിയന്തര സാഹചര്യത്തിൽ എല്ലാവരുടെയും ചികിത്സ സമ്പൂർണ്ണമായി സർക്കാർ ഉത്തരവാദിത്തത്തിൽ നടപ്പിലാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് DCCയും കോഴിക്കോട്ടെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും ആവശ്യപ്പെടുന്നത്. കലക്ടറെയും പ്രിൻസിപ്പാളെയും ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയാണ്. അന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ ഈ കോമ്പൗണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇന്നലെ ഒരു കന്മതിൽ പൊളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവിടെ പൂർണ്ണമായും മതിൽ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ NG യൂണിയൻകാരാണ് അതിനുവേണ്ടി പ്രഷർ ചെലുത്തിയ നിർബന്ധി ചെയ്യിച്ചിരുന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. അപ്പൊ പറഞ്ഞു അത് അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ കണ്ടില്ലേ, ഈ കന്മതിൽ ഒന്നിച്ച് കെട്ടുന്നതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിട്ട് പോയി കലക്ടറോട് പ്രിൻസിപ്പളോട് പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞാണ്. റാമ്പിന്റെ അകത്ത് മാലിന്യ കുമ്പാരമാണ്. ഇവിടെ PWD ആണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. നിരവധിയായ തവണ പറഞ്ഞാണ് മെയിൻ്റെനൻസ് നടക്കുന്നില്ല. ഒരു കുഴപ്പമില്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇന്നലത്തെ സൂപ്രണ്ട് ഈ വിവരം പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ, ഞാനും MP ഒക്കെ വിളിച്ചപ്പോൾ നിസ്സാരവൽക്കരിച്ചത്. പക്ഷെ പ്രിൻസിപ്പളും മറ്റു ആളുകളെ കൂടെ വളരെ നന്നായി സേവനം നടത്തി. അത് ഞാൻ മോശം പറഞ്ഞില്ല. പക്ഷെ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അലംഭാവം, അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ അലംഭാവം, അതൊക്കെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും അന്വേഷണ വിധേയമാക്കണം. ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തി നേരിട്ട് അടിയന്തരീക്ഷണം. ഇതൊരു എമർജൻസി വിഷയമല്ലേ?
അവർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചാൽ മതിയോ? അവർ തന്നെ, എന്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കണം. ആരോഗ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത് നിങ്ങൾ അറിയാം. യെസ്, MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരു അസാധാരണ സാഹചര്യമാണ്. ഗവൺമെന്റ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ 5 പേരുടെ മരണം, അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പിക്കാമോ? സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുമെന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം 5 പേരാണ് ഈ സമയത്ത് ആശുപത്രിയിൽ മരിച്ചത്. ഇതിൽ 2 പേർ സ്പോട്ട് ഡെത്ത് ആണ് എന്ന് ഇന്നലെ തന്നെ അധികൃതർ വ്യക്തമാക്കി. അതായത് ഈ സംഭവത്തിന് മുമ്പ് മരിച്ച ആളുകളാണ് ഉള്ളത്. അവർ ബ്ലാക്ക് സോണിലാണ്, അതായത് മരിച്ച ശേഷം ആളുകളുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് മോർച്ചറിയിലേക്ക് മറ്റു മൃതശരീരം മാറ്റുന്ന ബ്ലാക്ക് സോണിലാണ് ഉണ്ടായിരുന്നത്. മറ്റ് 3 രോഗികൾ ICUയിലാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അവർ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി ഉണ്ടായിരുന്നവരും ഒപ്പം വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നടത്തിയവരുമുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ വന്ന 3 പേര്, ഒരു കോഴിക്കോട് സ്വദേശിയായ വേലായുധനും കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരനും ഒപ്പം നസീർ എന്ന വയനാട് സ്വദേശിനിയായ ആളും, ഈ 3 പേരും ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഈ അപകടത്തിനിടയിൽ മരിച്ചവരാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ 3 ആളുകളുടെയും ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഈ വെന്റിലേറ്റർ സഹായം വിച്ഛേദിച്ചു കഴിഞ്ഞ് താഴേക്ക് എത്തിച്ചപ്പോൾ പോർച്ചിലെത്തുന്ന മുമ്പ് മരണം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുമെന്ന് ബന്ധുക്കൾക്ക് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്ന ആ മോർച്ചറി പരിസരത്തിരിക്കുന്ന ആളുകളൊക്കെ ഈ മരിച്ച 3 ആളുകളുടെ ബന്ധുക്കളാണ്. അവർ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി ഇവിടെ തങ്ങുകയാണെന്നവരാണ്. പോലീസിലും ഇത് സംബന്ധിച്ച് ഇൻറ്റിമേഷൻ ലഭിച്ചിരുന്നു. പോലീസിൽ